കൊല്ലത്തെ NDA മഹാസമ്മേളനത്തിലേക്ക് തന്നെ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അതിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ഒരു സർക്കാരോ പാർട്ടിയോ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള, ഏറ്റവും നാണം കെട്ടിട്ടുള്ള നിലപാടാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യൻ ചരിത്രത്തെ ബഹുമാനിക്കുന്നവരല്ല, ഇന്ത്യയുടെ സംസ്കാരത്തെ ആദരിക്കുന്നവരല്ല, ഇന്ത്യയുടെ ആധ്യാത്മികതയെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ ഇത്രയും വെറുപ്പോടും അറപ്പോടും കൂടിയിട്ടുള്ള ഒരു നിലപാട് അവരെടുക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും സങ്കല്പിച്ചിരുന്നില്ല. The UDF is no better. The Congress has multiple stands. They say one thing in Parliament, but a different thing in Patanamthitta. They say one thing on one day and say a different thing on another day. I challenge the UDF. Clearly state your stand on the issue. Your double speak has been exposed. ഈ കാര്യത്തിൽ UDF ഒട്ടും മെച്ചമല്ല. കോൺഗ്രസിന്റെ നിലപാടുകൾ വിവിധ തരത്തിലാണ്. അവർ പാർലമെന്റിൽ ഒന്ന് പറയും, പത്തനംതിട്ടയിൽ എത്തുമ്പോൾ വേറെ ഒന്ന് പറയും. അവര് ഒരു ദിവസം പറയുന്നത് ഒന്ന്, അടുത്ത ദിവസം പറയുന്നത് വേറെ ഒന്ന്. ഞാൻ UDF-കാരോട് പറയുകയാണ്, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ ഓരോ ദിവസമുള്ള വ്യത്യസ്ത നിലപാടുകളും, ആ നിലപാടുകൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. Our stand on this issue has always been clear, and the actions of our party match our words. If there is one party that has been at the forefront of standing with Kerala and its culture, it is BJP. For us, the people of Kerala and their aspirations are not a matter of convenience, but of conviction. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എല്ലാ കാലത്തും സുവ്യക്തമായിരുന്നു. മാത്രമല്ല, ആ നിലപാടിനനുസരിച്ചിട്ടുള്ള സമീപനം, ആ സമീപനമാണ് നമ്മുടെ പാർട്ടി എടുത്തിട്ടുള്ളത്. ഈ സംസ്ഥാനത്ത് കേരളത്തോടൊപ്പം നിന്നിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തോടൊപ്പം നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, വാക്കും പ്രവൃത്തിയും തമ്മിൽ വിഭിന്നമല്ലാത്തൊരു നിലപാടെടുത്തിട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കവരോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. നമുക്കവരോട് സൗകര്യപൂർവ്വമുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ പ്രതിബദ്ധത. Friends, the left and the Congress make all claims about respect to gender justice and social justice, but their actions are exactly the opposite. The NDA government has been working towards abolishing triple talaq. Who is opposing us on this? The communists and the Congress. Triple talaq is big injustice to women. Several Islamic nations have banned it. Why should India have such a practice? But driven by vote bank politics, the Congress and communists support it. The people of Kerala should ask the LDF and UDF, why are they supporting a practice that does injustice to women? സുഹൃത്തുക്കളെ, കോൺഗ്രസും
ഇടതുപക്ഷവും ലിംഗനീതിയുടെ കാര്യത്തിൽ വലിയ വീരവാദം നടത്തുന്നവരാണ്. സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ വലിയ വീരവാദം നടത്തുന്നവരാണ്. പക്ഷേ അവരുടെ നിലപാടുകൾ എല്ലാ കാലത്തും അതിന് കടകവിരുദ്ധമായിരുന്നു. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സർക്കാർ മുത്തലാഖ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇക്കാര്യത്തിൽ നമ്മളെ എതിർക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും. മുത്തലാഖ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ അനീതിയാണ്. നിരവധി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിനെ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഇന്ത്യയിൽ മാത്രം ഉണ്ടാകണം? പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവരെ ഈ മുത്തലാഖിനെ പിന്തുണക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, ഇടതുപക്ഷത്തോടും അതുപോലെ UDFകാരോടും സ്ത്രീകളോട് അനീതി കാണിക്കുന്ന, സ്ത്രീകളോട് നീതികേട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള സമ്പ്രദായത്തെ എന്തുകൊണ്ട് LDFും ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ലജ്ജാകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. വിഷയത്തിൽ UDFും വ്യത്യസ്തമല്ല. UDFിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ BJP എടുത്ത നിലപാട് സ്ഥിരതയാർന്നതാണെന്നും അതിനുള്ള പ്രവൃത്തികളുമാണ് നടന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ NDA സമ്മേളനത്തിലെ പ്രസംഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.